ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിനെ സമാധാനിപ്പിക്കുന്ന അച്ചമ്മേനെയാണ്. പോട്ടെ മോളെ രേവതി, സച്ചി ഉടനെ തന്നെ വരും. നിന്റെ സച്ചിനെ ഞാൻ കൊണ്ടുവരും, ഞാൻ കൊണ്ടുവന്നിരിക്കും. മോള് സമാധാനമായിട്ട് ഇരിക്കുക എന്നും പറഞ്ഞ് രേവതിനെ ഇങ്ങനെ സമാധാനപ്പെടുത്തി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും രവീന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഒരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. എന്തോ ഒരു പാട്ടാണ്, ഞാൻ പാട്ടിനി പാടുന്നില്ല. ആ ഒരു പാട്ടൊക്കെ ഉണ്ട് ഇടയ്ക്ക്, ഒരു ശോകഗാനം അതൊക്കെ ഉണ്ട് ഇടയ്ക്ക്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ ജയിലിൽ കിടക്കുക. അപ്പൊ ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് പല പല സീനുകളും കാണിക്കുന്നുണ്ട്. ഇവരുടെ പണ്ടത്തെ ആ ഒരു സന്തോഷവും ഒക്കെ, സച്ചിയുടെ രേവതിയുടെ സന്തോഷത്തിന്റെ സീനുകൾ മുഴുവൻ കാണിക്കുന്നുണ്ട്. എതിരെ രവീന്ദ്രൻ ഓർക്കുന്നതാണ് ആ ഒരു പാട്ട് കേട്ടോ. രവീന്ദ്രൻ ഇങ്ങനെ മകനെ വരാഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ആ ഒരു പാട്ട് കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി ജയിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജയിലിൽ ഇങ്ങനെ ഇരുന്നിട്ട് സച്ചിക്കാണ് ഒരു സമാധാനം കിട്ടുന്നില്ല കേട്ടോ. രേവതി, നിന്റെ അടുത്ത് നിന്ന് ഞാൻ പോകില്ല എന്ന് നിനക്ക് വാക്ക് തന്നതാ. എന്നിട്ട് ഇപ്പൊ എനിക്ക് നിന്റെ അടുത്ത് നിന്ന് പോരേണ്ടി വന്നില്ല. ഞാനില്ലാത്തത് കൊണ്ട് നീ മരുന്നും ഭക്ഷണമൊക്കെ കഴിച്ചു കാണുമോ? എനിക്കറിയില്ല രേവതി, നീ അവിടെ എന്തെടുക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ലോക്കപ്പിൽ കിടന്നിട്ട് ഇങ്ങനെ ഭയങ്കര കരച്ചില്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ രേവതി താടിക്ക് കൈയൊക്കെ കൊടുത്തിങ്ങനെ റൂമിലിരിക്കുമ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും കൂടെ വരികയാണ്. അങ്ങനെ വർഷയും ശ്രീകാന്തും വന്നു. അങ്ങനെ നമ്മുടെ വർഷ വന്നിട്ട്, ചേച്ചി എന്താ ചേച്ചി ഇത്, ഒന്നും കഴിച്ചില്ലല്ലോ, എന്തെങ്കിലും ഒന്ന് കഴിക്ക്. എനിക്കൊന്നും വേണ്ട വർഷേ, ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എങ്ങനെയാ അടുത്ത് ശരിയാവുന്നത്? ഭക്ഷണം കഴിച്ചിട്ടല്ലേ മെഡിസിൻ കഴിക്കേണ്ടത്. അപ്പൊ പിന്നെ എന്തെങ്കിലും കുറച്ച് കഴിക്കുക. അത് പിന്നെ ശ്രീകാന്ത്, എനിക്ക് ഇറങ്ങില്ലടാ, എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല. അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു, ചേച്ചി ഞാൻ അഡ്വക്കേറ്റിനെ വിളിച്ചിട്ടുണ്ടല്ലോ, ഈ രാത്രി എങ്ങനെയെങ്കിലും കഴിയട്ടെ, നാളെ രാവിലെ ചെന്ന് നമുക്ക് സച്ചേട്ടനെ ജാമ്യത്തിൽ ഇറക്കാം. അത് ഉറപ്പായ കാര്യം തന്നെയാ. അത് പിന്നെ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞ് ജാമ്യം കിട്ടില്ലെന്നല്ലേ പറയുന്നത്? അതൊക്കെ SI പറയുന്നതല്ലേ. അഡ്വക്കറ്റ് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജാമ്യം ഉറപ്പായിട്ടും കിട്ടും. സച്ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. സച്ചേട്ടൻ തെറ്റൊന്നും ചെയ്യില്ല, അതെനിക്കറിയാം. ഇങ്ങനെ ഒരു കേസിന് പിന്നിൽ എന്തായാലും ആന്റണി തന്നെയാ. ആ സ്ത്രീയെ കൊണ്ട് അയാൾ നിർബന്ധിച്ച് പരാതി കൊടുപ്പിച്ചതായിരിക്കും. അത് ശരിയായി എടുത്ത് പറയുന്നതോ, മുന്നും പിന്നും നോക്കാതെ സച്ചേട്ടനെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത്. ആ, സച്ചേട്ടൻ ആ സ്ത്രീയെ തൊട്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത് രേവതി ചേച്ചി? പിന്നെ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തലയിലും കയ്യിലും ഒക്കെ ബാൻഡേജ് ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റും ഒക്കെ സ്റ്റേഷനിൽ ഹാജരാക്കിയിരുന്നു. അവർ വെൽ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് വന്നത്. ഇങ്ങനൊരു സംഭവത്തിന് ഇടയായതൊക്കെ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കാം, അവിടെ ഇവിടെയൊക്കെ ബാൻഡേജ് ഒട്ടിക്കാം. പിന്നെ ഡോക്ടർമാരുടെ വാച സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിനിപ്പോൾ എന്താ അങ്കിളെ പറ്റാത്തത്, വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വർഷ. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞ്, സത്യം മാത്രമേ ജയിക്കത്തുള്ളൂ, അതുറപ്പാ. എൻ്റെ മോൻ കള്ളത്തരം ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് സത്യം മാത്രമേ ജയിക്കത്തുള്ളൂ. എൻ്റെ മോൻ വരും, തിരിച്ചു വരും, എൻ്റെ മോന് പുറത്തിറങ്ങാൻ പറ്റും. ഈ സമയത്ത് രേവതി പറഞ്ഞു, ലോക്കപ്പിനകത്ത് സച്ചേട്ടൻ എന്തെടുക്കുമായിരിക്കും? എനിക്ക് അത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല അച്ഛാ. എൻ്റെ സച്ചേട്ടൻ ഈ രാത്രി എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടിയേ പറ്റത്തുള്ളൂ. വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ രേവതി. അതുകൊണ്ട് നേരെ ഒന്ന് വെളുത്തോട്ടെ, നിന്റെ സച്ചി ഇവിടെ എത്തും, തിരിച്ചു വരും, അതുറപ്പാ. മോളൊരു കാര്യം ചെയ്യാം, ഇത് കണ്ടോ, ഇതൊക്കെ കഴിക്ക്, എന്തെങ്കിലും ഒന്ന് കഴിക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ഞി എടുത്തോണ്ട് നമ്മുടെ രവീന്ദ്രൻ നേരെ രേവതിയുടെ മുമ്പിലേക്ക് നീട്ടുകയാണ്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, വേണ്ട അച്ഛാ, എനിക്ക് വേണ്ട, പ്ലീസ് അച്ഛാ. മരുന്ന് കഴിക്കുന്നതല്ലേ മോളെ, നീ ഒന്നും കഴിക്കാതെ കിടക്കരുത്. എനിക്ക് വേണ്ട അച്ഛാ, വേണ്ട, എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് ആവശ്യമില്ല, പ്ലീസ് അച്ഛാ, എനിക്ക് വേണ്ട, എനിക്ക് കഴിക്കാൻ കഴിയില്ല. എൻ്റെ ഭർത്താവ് അവിടെ ലോക്കപ്പിൽ കിടക്കുമ്പം എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കുന്നത്? മനസ്സിന് കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ? നിനക്ക് ധൈര്യം ഉണ്ടെന്നാണ് ഞാൻ ഓർത്തത്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, മനസ്സിന് ധൈര്യമൊക്കെ ഉണ്ട് ഇടത്തേക്ക്, ഇത് സച്ചേട്ടൻ്റെ കാര്യം ആയതുകൊണ്ടാണ്. ഇവർ രണ്ടുപേരും അങ്ങനെയാണല്ലോ. അപ്പം എൻ്റെ മോനും സ്റ്റേഷനിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ശ്രീകാന്തേ? നാളെ രാവിലെ വരെ മോള് എങ്ങനെയെങ്കിലും ഒന്ന് ക്ഷമിക്ക്. നമുക്ക് നാളെ രാവിലെ അവനെ കാണാൻ പോകാം, കൂട്ടിക്കൊണ്ട് വരാം. എൻ്റെ കാലിന് വയ്യാണ്ടായി, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി തിരിച്ചേനെ. മോൾ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങളുള്ളപ്പം മോൾ എന്തിനാ ഇറങ്ങി തിരിക്കുന്നത്? ജാമ്യം കിട്ടുമെന്ന് വക്കീൽ ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ്, പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പം നമ്മുടെ വർഷയും പറഞ്ഞു, അതെ വക്കീൽ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? രേവതി ചേച്ചി സമാധാനത്തോടു കൂടി കിടക്കാൻ നോക്കിക്കോട്ടോ, ഞങ്ങൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു,
അത് പിന്നെ ഭക്ഷണം ഭക്ഷണം ഇതെടുത്തോണ്ട് അകത്തേക്ക് കൊണ്ട് വെച്ചാൽ ഇവിടെ ഇരുന്ന് വെറുതെ പുറത്ത് വെക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഭക്ഷണം അപ്പം കഴിക്കുന്നില്ലേ. ഓ, ഈ ഭക്ഷണം ചീത്തയാക്കി കളയാൻ മല്ലാഞ്ഞിട്ടാ ഞാനിപ്പം നിന്നോട് അങ്ങനെ പറഞ്ഞത്. അച്ഛനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ ഭക്ഷണം ഇവിടെ വെക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു, ശ്രീകാന്ത് ഒരു കാര്യം ചെയ്ത്, ശ്രീകാന്ത് റൂമിൽ പൊക്കോ, ഞാനിന്ന് രേവതി ചേച്ചിയുടെ കൂടെ കിടന്നോളാം എന്ന് പറഞ്ഞപ്പം അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു നമ്മുടെ ശ്രീകാന്ത്. അങ്ങനെ ശ്രീകാന്ത് അങ്ങ് പോയപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, രേവതി ചേച്ചി ബാ നമുക്ക് കിടന്നുറങ്ങാം. ഒന്ന് കിടന്നുറങ്ങുമ്പോൾ മനസ്സിന്റെ ഭാരമൊക്കെ പൊക്കോളും. ചേച്ചി സങ്കടപ്പെടുമ്പോൾ ഞങ്ങൾ മനസ്സുകൊണ്ട് വിഷമിക്കുകയല്ലേ. ചേച്ചി കഴിക്കാതിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും വിശപ്പ് കൂടുവേ. എങ്കിൽ പിന്നെ സാരമില്ല, ഭക്ഷണം കഴിക്കണ്ട, പക്ഷെ ഉറക്കം കളയരുത്, ബാ കിടന്നുറങ്ങാം എന്ന് പറഞ്ഞ് രേവതിയെ ഇങ്ങനെ കിടത്തി പുതപ്പിച്ചൊക്കെ കൊടുക്കാൻ കേട്ടോ നമ്മുടെ വർഷ. ഒരു അനീതി കുട്ടീനെ പോലെ തന്നെയാട്ടോ നമ്മുടെ വർഷ എല്ലാ കാര്യങ്ങളും രേവതിയിൽ ചെയ്യുന്നത്. രേവതിക്ക് അത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ രേവതിയെ നോക്കി രേവതിയുടെ അടുത്ത് ചേർന്ന് കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കുക നമ്മുടെ വർഷ. ഈ സമയത്ത് വീണ്ടും നമ്മുടെ സച്ചിനെ കാണിക്കുക. സച്ചിയാണെങ്കിൽ അയ്യോ എൻ്റെ രേവതി ഉറങ്ങി കാണുമോ, അവള് തനിച്ചായിരിക്കും കിടക്കുന്നത്. പാവം എൻ്റെ രേവതി എടുത്തു ചാടി ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ട് ഇപ്പം എൻ്റെ രേവതി ആയിരിക്കുമല്ലോ വേദന അനുഭവിക്കുന്നത്. എൻ്റെ ഭഗവാനെ, എൻ്റെ ഈശ്വരന്മാരെ, എന്തിനാ ഇങ്ങനെ ഞങ്ങളെ വിധിക്കുന്നത്? ജാമ്യം കിട്ടിയില്ലെങ്കിൽ മിക്കവാറും ജയിലിൽ പോകേണ്ടി വരുമായിരിക്കുമോ? അയ്യോ, വീട്ടിലുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. എന്തൊരു ദുഷ്ടനാ ആന്റണി. അവനെ എൻ്റെ കൈ കിട്ടുകയാണെങ്കിൽ അവനെ കൊല്ലും. എൻ്റെ നെഞ്ച് വേദനിക്കുന്നു. എൻ്റെ ഭഗവാനെ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. ദൈവമേ, ഞാൻ നിങ്ങളെ ഒന്നും വിളിക്കാറില്ല, പക്ഷെ ഇപ്പൊ അറിയാതെ വിളിച്ചു പോവുക എന്നൊക്കെ രേവതിയല്ല സച്ചി ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെ തന്നെയാണ്. അപ്പൊ രേവതിക്ക് ഇങ്ങനെ മരുന്നൊക്കെ കൊടുക്കുക വർഷ. അപ്പോഴത്തേക്കും അച്ഛമ്മ വന്നിട്ട്, അതെ മോള് നേരത്തെ എണീറ്റല്ലേ? രേവതി ചേച്ചി ഈ നിമിഷം വരെ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ട് വേണ്ടേ? ഇപ്പത്തെ തലവേദനിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ടാബ്ലറ്റ് കൊടുക്കുമായിരുന്നു. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞ്, സ്റ്റേഷനിൽ പോകണ്ടേ അച്ഛമ്മേ, സച്ചേട്ടനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ? ജാമ്യത്തിൽ ഇറക്കണം, നീ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട, ഞാൻ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. അല്ല വർഷേ മോളെ, ആ വക്കീലിനെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വരണ്ടാന്ന് പറ. പിന്നെ എങ്ങനെയാ അച്ഛമ്മ ജാമ്യം എടുക്കുന്നത്? അയാളെ ജാമ്യത്തിൽ ഇറക്കാന്ന് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നോക്കാന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വേണ്ട, ഇപ്പം അയാളുടെ സഹായം ആവശ്യമില്ല. എന്തായാലും വക്കീല് വേണ്ട, അല്ലാതെ ഇറക്കാൻ പറ്റുമോ എന്ന് ഈ കലാവധി ഒന്ന് ആലോചിക്കട്ടെ. ഇതിനുള്ള മാർഗം എൻ്റെ കയ്യിലുണ്ട്. ഇത് കേട്ടതും നമ്മുടെ അച്ചമ്മയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല അച്ചമ്മയ്ക്കല്ല രേവതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു വിശ്വാസമൊക്കെ വരുന്നുണ്ട്. ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ ശരത്തിനെയാണ്. ശരത്ത് നേരെ ആന്റണിനെ ഫോൺ വിളിക്കാണ് കേട്ടോ. അപ്പൊ ആന്റണി നോക്കിയപ്പോൾ ശരത്തിന്റെ നമ്പർ, ഇവൻ എന്തിനാ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് ഫോൺ എടുക്കാണ്. എന്താടാ ആന്റണി, അല്ല സോറി ആന്റണി എന്നല്ല, എന്താടാ ശരത്തെ? അത് പിന്നെ ആന്റണി ചേട്ടൻ ഇപ്പൊ എവിടെയുള്ളത്, ഓഫീസിലാണോ? ഞാൻ ഓഫീസിലല്ല, വീട്ടിലാ. ഓഫീസിലൊന്നും ഞാൻ പോയിട്ടില്ല, എനിക്ക് വയ്യ ശരത്തെ, ശരീരത്തിനാകെ മൊത്തം വേദനയാ. ഡോക്ടറെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. വേദനയുണ്ടെന്നോ? സ്റ്റിച്ചൊക്കെ എടുത്തോ? സ്റ്റിച്ചൊന്നും എടുക്കാറായിട്ടില്ലടാ, സ്റ്റിച്ച് എടുക്കാറാവുന്നതേ ഉള്ളൂ. വേദന സഹിക്കാൻ വയ്യടാ. എന്തായാലും എൻ്റെ കാര്യം പോക്കായി. ആ പാവ സ്ത്രീയെ അവൻ ഉപദ്രവിച്ചില്ലേ, അത് ഓർത്തിട്ടാ എനിക്ക് സങ്കടം. അദ്ദേഹം നന്നാകാനൊന്നും പോകുന്നില്ല. ആക്സിഡന്റ് പിന്നിലെ ആന്റണിയേട്ടനാണെന്ന് പറഞ്ഞ് കണ്ണി കണ്ടവരെയൊക്കെ പിടിച്ച് അയാൾ തല്ലിക്കൊണ്ടിരിക്കുക. ആദ്യം തല്ലാൻ പിടിച്ചത് ഗജാനന്ദനെയാ. അവന് വട്ടാടാ, നിന്റെ അളിയന് മുഴുവട്ട്. എന്തായാലും ഈ കേസിൽ അവൻ കുടുങ്ങും, അവൻ ജയിലിലും കിടക്കേണ്ടി വരും. ജയിലിൽ കിടക്കട്ടെ ആനന്ദ് ചേട്ടാ, അങ്ങനെയെങ്കിലും ഒന്ന് നന്നാവട്ടെ. അല്ലാതെ പിന്നെ എൻ്റെ ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. സാരമില്ല, പെട്ടുപോയില്ലേ എൻ്റെ ചേച്ചി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? എന്നാലും ഞാൻ വെറുതെ ആന്റണി ചേട്ടനെ സംശയിച്ചല്ലോ എന്ന് ഓർത്തിട്ടാ പിന്നെ എനിക്ക് വിഷമം വരുന്നത്. എന്തോ ആ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി ആന്റണി ചേട്ടാ, സോറി, എന്നോട് ക്ഷമിക്ക്. ഇത് കേട്ടത് നമ്മുടെ ആന്റണി, സാരമില്ലടാ, എനിക്ക് അതിനൊരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നിന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറിയല്ലോ. ഇപ്പൊ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ല, എനിക്ക് ആന്റണി ചേട്ടനെ ഒന്ന് കാണണമായിരുന്നു. ഞാനിപ്പം വീട്ടിലേക്ക് വരാം, കുഴപ്പമുണ്ടോ? നീ വീട്ടിലേക്ക് വരാനോ? അത് പിന്നെ വേണ്ട, നീ വീട്ടിലേക്കൊന്നും വരണ്ട. ഞാനേ 2 ദിവസം കഴിഞ്ഞ് ഓഫീസിലേക്ക് വരും, അപ്പൊ കാണാം. ഞാൻ റെസ്റ്റാ, ഇപ്പൊ നീ തൽക്കാലം വരണ്ട. എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം ചേർത്തെ, ഇല്ലെങ്കിൽ ഞാൻ തളർന്നു പോവും, വീണു പോവും. അതിന് അധികം സംസാരിക്കില്ലെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവൻ തൊണ്ടയ്ക്ക് പിടിച്ചൊക്കെ ഞെക്കിയായിരുന്നു. പിന്നെ കാണാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് ആന്റണി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. പക്ഷെ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ദേവു ഇതൊക്കെ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ശരത്ത് തിരിഞ്ഞത് ദേവുവിന്റെ മുഖത്തേക്ക് നോക്കാണ് കേട്ടോ. ശരത്ത് തിരിഞ്ഞത് ദേവുവിന്റെ മുഖത്തേക്കാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു, നീ ആന്റണിനെ കാണാനല്ല, പോലീസ് സ്റ്റേഷനിൽ സച്ചിനെ കാണാനാ പോകേണ്ടത്. ഞാൻ എന്തിനു പോകണം? തെറ്റ് ചെയ്ത ശിക്ഷ അദ്ദേഹം അനുഭവിക്കട്ടെ. സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മോനെ, അത് ഉറപ്പായ കാര്യമല്ലേ, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല.
ചേച്ചിക്ക് വേണ്ടി സച്ചേട്ടന് എന്ത് ചെയ്യും. ചിലപ്പോൾ ആന്റണി ചേട്ടനെ സച്ചേട്ടനെ തല്ലിയിരിക്കാം, പക്ഷെ ഒരു പെണ്ണിനെയും സച്ചേട്ടൻ അങ്ങനെ തൊടില്ല. ആ സ്ത്രീ കൊടുത്തത് കള്ളപ്പരാതിയാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതിന് പിന്നില് നീ ഇപ്പം വിളിച്ച ആന്റണി ഇല്ലേ, അയാൾ തന്നെയാ. ഓ, ഒരു പെണ്ണിനെ തൊടില്ല എന്ന് സച്ചേട്ടൻ വെള്ളം ഒഴിച്ചു വന്ന് ചേച്ചീനെ ഉപദ്രവിക്കാറില്ലേ? ഉപദ്രവിച്ചിട്ടില്ലേ? അത് പിന്നെ വഴക്കൊക്കെ കൂടാറുണ്ട് മോനെ. ഇന്നേ വരെ സച്ചി രേവതിനെ തല്ലിയിട്ടില്ല. അവൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ കള്ളക്കേസിലൊക്കെ കുടുക്കിയിട്ടുള്ളതല്ലേ? കേസിലാ കുടുക്കിയത്. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോ? ഇന്ന് കോടതി ഹാജരാക്കും, ജയിലിൽ കിടക്കേണ്ടി വരും. അദ്ദേഹത്തെ അന്വേഷിച്ച സമയം കളയാതെ ചേച്ചീനെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ട് വരാൻ നോക്കുക. അവിടെ ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ, ചേച്ചിയുടെ സമനില തെറ്റും. അതുകൊണ്ട് ചെല്ല്, എന്നിട്ട് ചേച്ചീനെ കൂട്ടിക്കൊണ്ട് വന്നു. ഇത് കേട്ടതും നമ്മുടെ ലക്ഷ്മിക്ക് ഭയങ്കര വിഷമമായിട്ടോ. അപ്പൊ ലക്ഷ്മി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ദേവ് പറഞ്ഞു, അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ, ജയിലിലൊന്നും പോകേണ്ടി വരത്തില്ലെന്നേ. ഞാൻ ചേച്ചീനെ വിളിച്ചായിരുന്നു, സച്ചേട്ടനെ ജാമ്യത്തിൽ ഇറക്കും. എടാ മോളെ, ജാമ്യം കിട്ടുമോ? കിട്ടും. അമ്മ സമാധാനമായിട്ടിരിക്കുക. സച്ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടല്ലോ. ഈ ശരത്ത് വാക്ക് വിളിച്ച് പറയുന്നത് അല്ലേ? അപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അച്ഛമ്മ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. ഏതായാലും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു വനിതാ പോലീസ് നിൽക്കുന്നു പറയുന്നുണ്ട്. നേരെ എസ് ഐയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എസ് ഐയുടെ അടുത്തേക്ക് ചെന്നതും ആ വനിതാ പോലീസുകാർ പറഞ്ഞു, ദേ ഈ അമ്മ ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെയാണ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി ഇപ്പം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ പറഞ്ഞു, ഞാൻ വലിഞ്ഞു കയറി വന്നൊന്നും അല്ല, എനിക്ക് കാണണം, കണ്ടേ പറ്റൂ. അപ്പോഴത്തേക്കും എസ് ഐ പറഞ്ഞു, കാണുകയൊക്കെ ചെയ്യാം ആരെയാണെങ്കിലും, പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി, ഇറങ്ങി വെളിയിൽ നിൽക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, ആഹാ, ഇപ്പോഴേ എനിക്ക് ഇറങ്ങി വെളിയിൽ നിൽക്കാൻ പറ്റത്തില്ല, ഇവിടെ കിടക്കുന്ന സച്ചിയില്ലേ, അവനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. അതെ, ഇത് പോലീസ് സ്റ്റേഷനാ, വഴി മാറി വന്നതല്ലല്ലോ. വഴി മാറിയിട്ടൊന്നുമില്ല. നിങ്ങളെപ്പോലെ വഴി മാറി എനിക്ക് നടക്കേണ്ട കാര്യമില്ല. അല്ല, എൻ്റെ കുഞ്ഞെവിടെ, വിളിക്ക്. അപ്പോഴത്തേക്കും പോലീസ് ചോദിച്ചു, കുഞ്ഞോ, അതാരാ? അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, ദേ സച്ചേട്ടനെ ഇറക്കാനാണ് ഞങ്ങൾ വന്നത്, ഞാൻ അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ വൈഫാണ്, ഇത് അച്ചമ്മയാണ്. ഓ, ജാമ്യം കിട്ടൂലെന്ന് പറഞ്ഞായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് പേരും കൂടി ഇങ്ങോട്ടേക്ക് വന്നത്? ഓ, പിന്നെ ജാമ്യം കിട്ടൂല പോലും. അവൻ ജാമ്യം എടുത്തു കൊണ്ടുപോകാനല്ല വന്നത്, അവനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി കൂട്ടിക്കൊണ്ടു പോകാനാ. ഓ, നിങ്ങൾക്ക് എന്താ സ്ത്രീ തലയ്ക്ക് സുഖമില്ലേ? സാറിന് തലയ്ക്ക് സുഖമില്ലാത്തത്, എനിക്ക് തലയ്ക്ക് സുഖമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ നിരപരാധിയായി എൻ്റെ മോനെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടത്. ദേ, എനിക്ക് ജോലിയുണ്ട്, ശല്യം ചെയ്യാതെ ഇവിടുന്ന് പോകുന്നുണ്ടോ? ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഞങ്ങളുടെ ജോലി മാറ്റി വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ദേ, പെട്ടെന്ന് ഞങ്ങളെ പറഞ്ഞു വിടണമെങ്കിൽ സച്ചിനും ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിടണം. അല്ല, അവൻ ചെയ്ത കുറ്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അവൻ ഒരു പെണ്ണിനെ തല്ലി ചതച്ചു, നല്ല പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് ബാൻഡേജ് ഒക്കെ ചെയ്ത് ഇവിടെ വന്ന് എൻ്റെ മകനെതിരെ പരാതി തന്നു അല്ലേ? അതല്ലേ ഉണ്ടായത്? അതെ, അതാ ഉണ്ടായത്. അതുകൊണ്ടേ അവൻ ജയിലിൽ കിടക്കും. അവൻ ജയിലിലല്ല കിടക്കാൻ പോകുന്നത്, എൻ്റെ വീട്ടിൽ കിടക്കും. ഈ കാലാവധിക്ക് കൊക്കിന് ജീവനുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോയിരിക്കും. ദേ വർഷേ, നീ ഒരു കാര്യം ചെയ്യ, നമ്മുടെ സച്ചിനെ പോയി വിളിച്ചിട്ട് വാന്ന് പറഞ്ഞ് നമ്മുടെ വർഷേനെ പറഞ്ഞു വിടാം. അപ്പോഴത്തേക്കും എസ് ഐ പറഞ്ഞു, നിങ്ങൾ ഇത് എന്ത് ഭാവിച്ച എൻ്റെ പൊന്നമ്മച്ചി, നിങ്ങളുടെ മോനെ അങ്ങനെയൊന്നും വിടാൻ പറ്റത്തില്ല, കേസ് ഫയൽ ചെയ്തതാ, കോടതി ഹാജരാക്കണം. നടന്നത് തന്നെ എൻ്റെ പൊന്നമ്മച്ചി, ജാമ്യം കിട്ടാനൊന്നും പോകുന്നില്ല, പിന്നെ ഒരു അപേക്ഷ കൊടുത്തു നോക്ക്. അയ്യോ, താങ്കളുടെ ഉപദേശത്തിന് ഒരുപാട് നന്ദി. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷ സച്ചിനെ കൂട്ടാനല്ല പോയത്, നേരെ പോയത് നമ്മുടെ അഞ്ജനയില്ലേ, അഞ്ജന എന്നല്ലേ ആ പെണ്ണിന്റെ പേര്, പരാതി കൊടുത്ത പെണ്ണ്, ആ പെണ്ണിനെ കൂട്ടാനാട്ടോ പോയത്. അങ്ങനെ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടാട്ടോ നമ്മുടെ വർഷ വരുന്നത്. അങ്ങനെ വർഷ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നു, ശ്രീകാന്തും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു, ദേ ഈ കുട്ടിയല്ലേ ഇന്നലെ പരാതി തന്നത്? അതെ, ഈ കുട്ടിയാ. എൻ്റെ മോൻ തല്ലി ചതച്ച കുട്ടിയല്ലേ? ഇന്നലെ വരുമ്പോ തലയിലും കയ്യിലൊക്കെ ബാൻഡേജും കെട്ടുമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല, നോക്ക്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അഞ്ജനനെ അടിമുടി ഒന്ന് നോക്കുകയാണ് കേട്ടോ പോലീസുകാരൻ. ശരിയാണല്ലോ, ഇപ്പം ബാൻഡേജും ഇല്ല, ഒന്നുമില്ല, നല്ല സ്മാർട്ടായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ എസ് ഐ ചോദിച്ചു, എന്താണ് ഈ കാണുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവളൊന്നും മിണ്ടത്തില്ല. ഇത്ര പെട്ടെന്നേ മുറിവ് ഉണങ്ങിയോ സാറേ? ഒരു പാട് പോലും കാണുന്നില്ലല്ലോ, അവളുടെ ശരീരത്ത് ഒരു പോറരി പോലും ഇല്ല. എന്നിട്ടാ അപ്പൊ വർഷ പറഞ്ഞു, ഇത്ര പെട്ടെന്ന് മുറിവ് ഉണങ്ങിയ ആ സംഭവം അഞ്ജലി ചേച്ചിന്ന്, സോറി അഞ്ജനയല്ല, അഞ്ജലി എന്നാട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മയും പറഞ്ഞു, പറ കൊച്ചേ. അത് പിന്നെ സച്ചേട്ടനെ ഒന്നും ചെയ്തിട്ടില്ല, ആന്റണി പറഞ്ഞിട്ടാ ഞാൻ പരാതി തന്നത്. ആന്റണി പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോയി
പരാതി തന്നത്. കടമായിട്ട് ക്യാഷ് വേണമെങ്കിൽ അവൻ്റെ കൂടെ നിന്ന് സച്ചിക്കെതിരെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. അവൻ നിർബന്ധിച്ചപ്പം ഞാൻ പരാതി തന്നതാ. എനിക്ക് പൈസയ്ക്ക് അത്ര ആവശ്യമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പരാതി തന്നത്. സച്ചിനെ തൊട്ടിട്ട് പോലുമില്ല. സച്ചി എൻ്റെ കുറേ അകലെ നിന്നിട്ടാണ് സംസാരിച്ചത്. ആന്റണിയുടെ പരിചയത്തിലുള്ള നേഴ്സാ എനിക്ക് ബാൻഡേജും കയ്യിൽ ഇതൊക്കെ ഒട്ടിച്ചൊക്കെ തന്നത്. സത്യമായിട്ടും സച്ചി തെറ്റുകാരനല്ല. ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റും അവന് എവിടെന്നോ സംഘടിപ്പിച്ചതാ. ഞാൻ തന്നത് കള്ളപ്പരാതിയാ സാറേ. തന്നെയൊക്കെ എന്താ വേണ്ടതെന്നറിയോ? എന്താ പോലീസ് സ്റ്റേഷനിൽ വന്ന് വിഡ്ഢിത്തരം പറയാ? അത് പിന്നെ എനിക്ക് ഒരു പരാതിയില്ല സച്ചിക്കെതിരെ. അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുക, ഒരിക്കലും ഇത് കേസാക്കരുത്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, അപ്പൊ ഇനി ഞങ്ങൾ ജാമ്യം എടുക്കാൻ കോടതിയിലേക്കൊന്നും പോകണ്ടല്ലോ സാറേ, ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാമല്ലോ. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, എന്റെ കുഞ്ഞിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വാ സാറേ, ഇല്ലെങ്കിൽ സാറിനെ ഞാൻ ഈ പരാതിക്കെതിരെ കോടതി കയറ്റും. അപ്പോഴത്തേക്കും പോലീസ് അവിടെ നിന്ന് പറഞ്ഞു, ദേ സച്ചിനെ കൂട്ടിക്കൊണ്ട് വാ എന്നിങ്ങനെ ഒരു കോൺസ്റ്റബിളിനോട് പറയുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആ കോൺസ്റ്റബിൾ ചെന്ന് സച്ചിനെ കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ. തനിക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. എന്താ സാർ പറയുന്നത്? തനിക്ക് ഭാഗ്യമുണ്ട്, താനിപ്പം വാ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിനെയും കൂട്ടിക്കൊണ്ട് വെളിയിലേക്ക് പോവുകയാണ്. ഏതായാലും അവിടെ ചെല്ലുമ്പോഴത്തേക്കും സച്ചി കാണുന്നത് നമ്മുടെ അച്ചമ്മേനെയാണ്. അച്ചമ്മ സച്ചിനെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഭയങ്കര കരച്ചിൽ കേട്ടോ. എന്താ മോനെ നിനക്ക് പറ്റിയത്? ഇവന്മാരെന്തെങ്കിലും ചെയ്തോ? നിന്നെ തല്ലിയോ മോനെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും തല്ലിയോന്നോ? അതൊക്കെ പോട്ടെ, അതൊന്നും സാരമില്ല അച്ചമ്മേ. അല്ല, എൻ്റെ രേവതി പിന്നെ എൻ്റെ രേവതിനെ എനിക്ക് കാണണം. ഒരു കുറ്റവും ചെയ്യാതെ അവരെന്നെ ലോക്കപ്പിലിട്ടില്ലേ? അതിനേക്കാൾ വലിയ ഉപദ്രവമൊന്നും ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. എനിക്ക് രേവതിനെ കാണണം. എനിക്ക് രേവതിനെ കണ്ടേ പറ്റൂ. അവള് സുഖമായിട്ടിരിക്കുവാണോ? രേവതിക്ക് ഒരു കുഴപ്പമില്ല മോനെ, ഒരു കുഴപ്പമില്ല. അല്ല, മോൻ പേടിച്ചു പോയല്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. എൻ്റെ രേവതിനെ കുറിച്ചും അച്ചമ്മേനെ കുറിച്ചും ബാക്കി എല്ലാവരെ കുറിച്ചും ഒക്കെ ഓർക്കുമ്പോൾ വിഷമമായിരുന്നു. അല്ല, എൻ്റെ രേവതി മരുന്ന് കഴിച്ചോന്ന് ചോദിച്ചിട്ട് അച്ചമ്മ എന്താ പറയാത്തത്? എങ്ങനെയാ മോനെ മരുന്ന് കഴിക്കുന്നത്? ഒരു കൊലപാതകയോട് പെരുമാറുന്നത് പോലെയാ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എന്നോട് പെരുമാറിയെന്ന് അപ്പൊ സച്ചി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഫോൺ പിടിച്ചു വെച്ചു. രേവതി വിളിക്കുമ്പം എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആ ലോക്കപ്പിൽ കിടന്നിട്ട് ഫോണിൻ്റെ ആ ഒരു ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു, റിങ് അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ചങ്ക് പൊട്ടുമായിരുന്നു. അപ്പോഴത്തേക്കും അച്ഛമ്മ ചോദിച്ചു, നിങ്ങളൊക്കെ മനുഷ്യരാണോ? ഹൃദയം ഒന്നൊരു സാധനം നിങ്ങൾക്കൊന്നും ഇല്ലേ? അത് പിന്നെ ഒരു കേസാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. എങ്ങനെ സംഭവിക്കുന്ന ഈ പറയുന്നത്? ദേ ഒരു കാര്യം പറയാം, പരാതി കിട്ടി അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അല്ലാതെ പരാതി കിട്ടിയ ഉടനെ ആളെ പിടിച്ച് അകത്തിടുകയാണ് ചെയ്യേണ്ടത്. അത് പിന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എത്ര തവണ പറഞ്ഞ കള്ളപ്പരാതിയാണെന്ന്. പക്ഷേ ഇവരത് കേട്ടില്ല. എന്നെ പിടിച്ച് ഇവർ ലോക്കപ്പിലിട്ടു. ഞാൻ ഈ അവസ്ഥയിൽ ഇപ്പം നിൽക്കുക. എൻ്റെ രേവതി, അവളെക്കുറിച്ച് ഓർക്കുമ്പം എനിക്ക് സങ്കട. പിന്നെ ഇവക്കുള്ളത് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നമ്മുടെ അഞ്ജലിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അഞ്ജലിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, എന്താ മേഡം, ഞാൻ ചതച്ചതല്ലായിരുന്നോ? പെട്ടെന്നങ്ങ് സുഖപ്പെട്ടോ? അത് പിന്നെ സോറി സച്ചി, സോറി. ആന്റണി നിർബന്ധിച്ചപ്പം നിനക്കൊന്നും നാണമില്ലേ ഇങ്ങനെ കള്ളപ്പരാതി കൊടുക്കാൻ? അത് പിന്നെ എൻ്റെ ഗതികേട് കൊണ്ടാ. എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ ദേഷ്യം വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ലൈക്ക് അടിക്കാൻ മറക്കരുത്. ലൈക്ക് അടിച്ചിട്ട് പോണേ.